വാർത്തയിലേക്ക്. പഞ്ചായത്തിന്റെ അനാസ്ഥ വട്ടം കറക്കുന്നത് വാഹനയാത്രക്കാരെ. പഞ്ചായത്തൊന്ന് മനസ്സ് വെച്ചാൽ പരിഹരിക്കാവുന്ന ഗതാഗത പ്രശ്നമേ ഉള്ളൂ തൃപ്പാളൂരിൽ. തൃപ്പാളൂർ ജംഗ്ഷൻ സേലം കൊച്ചി ദേശീയപാതയ്ക്ക് സമീപത്തെ ചെറിയ ടൗൺ. തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ ദൂരം മാത്രം യാത്ര ചെയ്താൽ ദേശീയപാതയിലേക്ക് കയറാൻ കഴിയും. പുതിയങ്കം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഗുരുകുലം ജംഗ്ഷൻ എത്താതെയും കൊടുവായൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എരുമയൂർ പൊതുമരാമത്ത് റോഡിൽ കയറാതെയും ദേശീയപാതയിലേക്ക് കയറാൻ കഴിയുന്ന പഞ്ചായത്ത് പാതയാണിത്. ദേശീയപാത 4 പാതയാകുന്നതിനു മുൻപ് NH-47 ആയിരുന്നപ്പോഴും അതിനു മുൻപ് പൊതുമരാമത്ത് പാതയായിരുന്നപ്പോഴും തൃപ്പാളൂർ ജംഗ്ഷൻ പ്രധാന ജംഗ്ഷൻ തന്നെയായിരുന്നു. കൊടുവായൂർ തൃപ്പാളൂർ പൊതുമരാമത്ത് പാതയും വടക്കഞ്ചേരി പാലക്കാട് പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലെ ജംഗ്ഷനാണിത്. തൃപ്പാളൂർ ജംഗ്ഷനിൽ ബസ്സിൽ നിന്നോ മറ്റു വാഹനങ്ങളിൽ നിന്നോ ഇറങ്ങി ഏതാനും മിനിറ്റ് കാൽനടയായി ദേശീയപാതയിലെത്തി സംസ്ഥാന അന്തർസംസ്ഥാന വാഹനങ്ങളിലോ മറ്റു വാഹനങ്ങളിലോ കയറാൻ കഴിയുന്ന ദൂരം കുറഞ്ഞ മാർഗം. ഇതെല്ലാം പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് വ്യക്തമായി അറിയാം. എന്നാൽ റോഡ് അറ്റകുറ്റപ്പണി നടത്താനോ മെച്ചപ്പെടുത്താനോ പരിപാലിക്കാനോ ഈ അറിവൊന്നും അവർക്ക് പോരെന്ന് തോന്നും റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടാൽ. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കെട്ടിനിൽക്കുന്ന ചെളിവെള്ളത്തിൽ ചവിട്ടിയും ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഇതിലെ പോകുമ്പോൾ യാത്രക്കാരുടെ ചീത്തവിളിയും വിമർശനവുമൊന്നും ത്രിതല പഞ്ചായത്ത് ഭരണസമിതിക്കാരെ ബാധിക്കുന്നില്ല. ചെറിയൊരു തുക വകയിരുത്തി റോഡ് പരമാവധി വീതി കൂട്ടി നവീകരിച്ച് പരിപാലിച്ചാൽ ബൈപ്പാസ് റോഡിന്റെ ഗുണം ലഭിക്കും ഈ ചെറിയ റോഡിന്. യാത്രക്കാർക്ക് ചുറ്റിക്കറങ്ങാതെ ദേശീയപാതയിലേക്കും ദേശീയപാതയിൽ നിന്ന് തൃപ്പാളൂർ ജംഗ്ഷനിലേക്കും എത്താനും കഴിയും. ഒരു പുരോഗമനമില്ല. ഇങ്ങനെയാണ് അവസ്ഥ. ഇതിപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? ഈ റോഡ് ഇപ്പം നമുക്ക് കിണ്ടിമുക്കിക്കാണ് പോകേണ്ടത്. ഇതൊരു ഷോർട്ട് കട്ടാണ്. നമുക്ക് എരുമൂര് പോകണമെങ്കിൽ ഷോർട്ട് കട്ടാണ്. ഇവിടെ നിന്ന് റൈറ്റ് ചെയ്യണം. അങ്ങനെ വളഞ്ഞു വരുന്നതും ഇങ്ങനെ പോകണതും എളുപ്പമാണ്. പക്ഷേ ഈ കാലാകാലം ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ പഞ്ചായത്ത് അത് പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. വാഗ്ദാനങ്ങളിൽ ഒതുക്കാതെ പ്രവൃത്തിയിലൂടെ റോഡ് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇതിലെ പോകുന്ന യാത്രക്കാരുടെ ഗതാഗത പ്രശ്നം ചെറിയ തോതിലെങ്കിലും പരിഹരിക്കാൻ കഴിയും. UTV ന്യൂസ്, പാലക്കാട്.